വർഷങ്ങൾക്ക് ശേഷം വിനീത് ശ്രീനിവാസൻ തിരിച്ചു വരികയാണ്. ഏത് എങ്ങനെ തിരിച്ചു? അതായത് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം സിനിമയ്ക്ക് ശേഷം വിനീത് ശ്രീനിവാസന്റെ പുതിയ സിനിമയായിട്ടുള്ള കരം, അതിന്റെ ട്രെയിലർ വന്നിരിക്കുകയാണ്. അത് രസകരമായ ഒരു ട്രാവലായിരുന്നു ആ പടത്തിന്. ആ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഇന്റർവ്യൂവിൽ ഇങ്ങനെ പീക്ക് അടിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ മനസ്സിലായി. OTT വന്നപ്പോ ഒരൊറ്റ പോയി. ശരിക്കും ആ സിനിമ ഞാൻ ഫസ്റ്റ് തിയേറ്ററിൽ കണ്ടപ്പം ഒരു വാച്ചബിൾ പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്താണ്. പക്ഷെ അത് ഭയങ്കര ട്രോൾ ചെയ്യപ്പെടുന്ന പടങ്ങളായിട്ടൊന്നും തോന്നുന്നു. പടമാണ് അത്രേ ഉള്ളൂ. അതിനെ അങ്ങനെ ഭയങ്കര ട്രോൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഒരു തവണ കണ്ടു മറക്കാവുന്ന ടൈപ്പ് ഓഫ് ഫിലിമാണ്. വന്നപ്പോഴത്തേക്ക് എല്ലാ ചെറിയ മേക്കപ്പിന്റെ ഡീറ്റെയിൽ വരെ എടുത്ത് ട്രോൾ വരുന്നു. സോ പുള്ളി ആ ട്രാക്ക് മാറ്റി പിടിച്ചിട്ട് ഒരു ഫുൾ ഓൺ ആക്ഷൻ പടമായിട്ട് വന്നിരിക്കുകയാണ് കരം. സോ നമുക്ക് അതിന്റെ ട്രെയിലർ കണ്ടു നോക്കാം. ആക്ഷൻ പടമല്ലേ വിനീത് ശ്രീനിവാസൻ? ചെന്നൈയിലാണ്? അല്ല, ചെന്നൈയിലെ ഇത് വിദേശത്തെ മൊത്തം ഹിന്ദിയോ? ജോമോന ക്യാമറ. So please be very, very careful. ചിലപ്പോൾ അവർ നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. ഡയറക്ടർ ഓഫ് തിരയിലാണ് വന്ന് നിന്നത് കണ്ടോ. അപ്പോൾ തിരയുടെ മൂഡിലുള്ള രേഷ്മ സെബാസ്റ്റ്യൻ, ഓഡ്രി മറി, അങ്ങനെ തോന്നുന്നു പുള്ളിക്കാരുടെ പേര്. മമ്മൂട്ടൻ പുള്ളിയാണെന്നറിയോ? ഫുട്ബോൾ കോച്ചാ. ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. വയലൻസ് പരിപാടി മോനെ, നന്മ നിറഞ്ഞ പരിപാടി അല്ല ഇത്. ഇടി. ഇതിന് റൺസേബോക്കാന്നാ പറയുന്നത്. ഹാൻഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കരം. അങ്ങനെ കരം. റിട്ടേൺ ബൈ നോബ്ല. ഞാൻ വിചാരിച്ച കരം നായകന്റെ വല്ല പേരായിരിക്കും. കരം അത് പരം. അത് കരം സംഭവം വേറൊരു നാട്ടിൽ സെറ്റ് ചെയ്തപ്പോ തന്നെ പുള്ളി എല്ലാം ബ്രേക്ക് ചെയ്യാൻ. ഇത് വിനീത് ശ്രീനിവാസന്റെ പടമാണെന്ന് നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ എന്താണ് മറ്റേ സത്യനന്ദിക്കാണ് മറ്റേ പടം ചെയ്തപോലെ നമ്മളെന്തോ മോഹൻലാലിനെ വെച്ചൊരു റിവെഞ്ച് ഡ്രാമ പിൻഗാമി. മൊത്തത്തിൽ മൂടും എല്ലാം വേറെ. പിന്നെ നോബിൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് ആക്ഷൻ ഇതിനകത്ത് തന്നെ അവര് ഒരു ഫോർത്ത് വാൾ ബ്രേക്കിംഗ് പോലെ തൂക്ക് വെച്ചുള്ള പരിപാടി നമുക്ക് പറ്റത്തില്ലടാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ആക്ഷൻ ഫുള്ള്. അതായത് നമുക്ക് ആക്ച്വലി പുള്ളി ചെയ്യുമ്പോഴേ ഇപ്പം നമ്മളൊരു സ്റ്റാറിനെ ഈ റോളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്ഷൻ ചെയ്യാൻ വേണ്ടി ഒരു ടൈം അവർ സ്പെൻഡ് ചെയ്യണം. അതായത് ട്രെയിനിങ് ഒക്കെ എടുത്ത് അത്രയും ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഒരു പക്ഷേ അതാണ് ഇവിടെ പലപ്പോഴും അത് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. ഡേറ്റ്സ് കിട്ടാൻ അത് ഇപ്പം നോബിളിനെ പോലെ ഒരാളാകുമ്പോൾ അതിന് കുറച്ചുകൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ സമയം അതിന് സ്പെൻഡ് ചെയ്ത് നല്ല രീതിയിൽ ആക്ഷൻ ബാക്ക്ഗ്രൗണ്ടുള്ള പുള്ളി ഇപ്പോൾ ഓൾറെഡി ഹെലനിൽ നായകൻ അഭിനയിച്ചിട്ടുണ്ട്. അതല്ല ഈ ആക്ഷൻ കുറച്ചധികം മറ്റേ ഒരാളുടെ പുറത്ത് പുള്ളിയുടെ ഫിസിക്കൊക്കെ അത്യാവശ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആക്ഷൻ പടത്തിൽ നിർത്തിയാൽ രസമാവെന്ന് തോന്നുന്ന ഒരു ഫിസിക്കുള്ള ഒരാളാണ് പുള്ളി. സോ ഒരുപാട് ഇപ്പൊ വിനീത് ശ്രീനിവാസൻ എലമെന്റ്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. എനിക്കിത് കാണുമ്പോൾ ഉള്ള എലമെന്റ് എന്ന് പറഞ്ഞാൽ തിരയുടെ ഒരു മൂടാ. തിരയുടെ മൂഡ് ഇൻ ദ സെൻസ് ഒരു എവിടെയൊക്കെ ഒരു ചായ അത്രേ ഉള്ളൂ. തിര ആക്ച്വലി നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ഈ ഒരു സീരീസ് ഒക്കെ തുടങ്ങുന്നില്ല. പഴയ അണ്ടർ റേറ്റഡ് അല്ലെങ്കിൽ ഇപ്പൊ ചർച്ച ചെയ്യാൻ പറ്റിയ സിനിമകൾ. അതായത് ആ സമയത്ത് ഇറങ്ങേണ്ട ഒരു ടൈപ്പ് പടമായിരുന്നു. അതിനകത്തും കുറച്ച് നമ്മൾ ഫുള്ളി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് എലമെന്റ്സ് ആയിരുന്നു അന്ന് എനിക്ക് ഉണ്ടായിരുന്നു. തിര ഈ പറഞ്ഞ ഫസ്റ്റ് വർഷം തിയേറ്ററിൽ കണ്ടിങ്ങനെ തലവേദന എടുത്തിരിക്കും. ഭയങ്കര ഹാൻഡ് ഹെൽഡ് മൂവ്മെന്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതിന്റെ എഡിറ്റും ഒക്കെ ഭയങ്കര പേസിംഗ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഫാസ്റ്റ് കട്ടും ഈ ഹാൻഡ് അങ്ങനെ കുറച്ച്. പക്ഷെ അത് എന്തൊക്കെയോ നല്ല എലമെന്റ്സ് ഉള്ള ഒരു പടമാണ്. അതിന്റെ സ്കോർ ഭയങ്കര സ്കോർ മറ്റേ ചില ആ മൂഡ്
ഇതിലേക്ക് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സ്കോർ നല്ല ഷാൻ റഹ്മാൻ ഇപ്പം എനിക്കൊന്ന് വിനീതായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന കുറച്ച് കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ ഷാനും ഈ പറയുന്ന ഭയങ്കര അണ്ടർ റേറ്റഡ് ഒരു മ്യൂസിക് ഡയറക്ടർ. പുള്ളി എന്ത് നല്ല പാട്ട് ചെയ്താലും ഷാൻ എന്ന പേരിലേക്ക് അത് എസ്റ്റാബ്ലിഷ് ആവുന്നു. അതെ അതായത് ഷാന്റെ പാട്ട് ഓക്കെ ഒരു അന്ന് അങ്ങനെ വിടുക. ഷാൻ റഹ്മാൻ മ്യൂസിക്കിൽ നിന്നൊക്കെ എഴുതി കാണിച്ചാലും ഓക്കെ നമുക്ക് ഈ അനിരുദ്ധിന്റെയോ അല്ലെങ്കിൽ ജെയ്ക്സ് ബിജോയോ ഒക്കെ വന്നതുപോലൊരു പുള്ളി അത്രയും ഇയാൾ അതിനു മുമ്പ് എത്ര പടങ്ങൾ പുള്ളിയുടെ പാട്ട് ഇപ്പൊ വന്നാലും നല്ല പാട്ടുകൾ ഉണ്ടാവും, നമുക്ക് ഉറപ്പിക്കാവുന്ന BGM ആണെങ്കിലും നല്ല വർക്കാവുന്ന ഉറപ്പിക്കാവുന്ന. എന്നാലും പുള്ളിയുടെ പേര് എനിക്ക് ഭയങ്കര അണ്ടർ റേറ്റഡ് ഒരു ഇപ്പൊ ആടില് എല്ലാ ക്യാരക്ടേഴ്സിനും സ്കോർ വെച്ച് സ്കോറൊക്കെ ഹിറ്റാണ്. നല്ല സ്കോർ എന്ന് പറയാം. പക്ഷേ ഷാൻ റഹ്മാന്റെ സ്കോർ എന്ന് പറഞ്ഞാൽ ഷാൻ റഹ്മാനെ ഇങ്ങനെ ഒരുപാട് എന്താ പറയാ ഇവരെല്ലാവർക്കും കിട്ടുന്ന അത്രയും വലിയൊരു ഒരു പേര് കിട്ടാത്ത പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുപോലെ ഇത് മൊത്തത്തിൽ രസമുണ്ട്. അതായത് ഇത് ആക്ച്വലി നമുക്ക് ഇൻട്രസ്റ്റിംഗ് എന്ന് വെച്ചാൽ വിനീത് ശ്രീനിവാസൻ പുള്ളിയുടെ ആ ഒരു കുക്കൂണിൽ നിന്ന് പുറത്തേക്ക് എത്തിയിട്ട് ഞാനൊരു മോഹം കത്തുന്നെന്തോ സീക്വൻസ് കിടക്കി കാണിച്ചതും അതൊക്കെ ഇങ്ങനെ പോവുകയാണെങ്കിലും പക്ഷെ അതൊക്കെ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. അതന്നെ അപ്പൊ വിനീത് ശ്രീനിവാസൻ പുള്ളിയുടെ ആ ഒരു പഴയ ആ സോണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു നന്മ സോണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അടി ഇടി വെടി പരിപാടി. അതെ പുള്ളിങ്ങന്റെ ലിസ്റ്റ് എടുത്തോല്ലേ എന്തൊക്കെ പറഞ്ഞ എന്നെ. അതെ ഇവന്മാരെ കട്ട് ഇത് കഴിഞ്ഞിട്ട് ഈ പണം കഴിഞ്ഞിട്ട് പുള്ളി വാതിൽ നിൽക്കുക എന്താണ് നീയൊക്കെ പറഞ്ഞത് നന്മയല്ലേ ചെന്നൈ സ്റ്റാർ അല്ലേ നോക്കടാ ഇത് എങ്ങനെയുണ്ടെന്ന് പറയണ. യൂറോപ്പല്ലേ എല്ലാവരും ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു, എബ്രോഡാണ്. പിന്നെ ആക്ച്വലി ഇതിൽ വന്ന ഞാൻ പറഞ്ഞില്ല ഫുട്ബോൾ കോച്ച് പുള്ളി പേര് ഇവാൻ എന്തോ ഫുൾ നെയിം എനിക്കറിയില്ല. ഫുട്ബോൾ ഫാൻസ് ഞങ്ങൾ ക്ഷമിക്കരുത്, ഞാനത് ഫോളോ ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയില്ല. ഞാനും ആക്ച്വലി ഈ ട്രെയിലർ ഇറങ്ങിയ ശേഷം വന്ന കുറച്ച് ട്രോളുകളിൽ ഇത് കണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഉള്ള ആളാണെന്നുള്ളത്. കാരണം ഞാൻ ഫുട്ബോൾ ഫോളോ ചെയ്ത ആളായതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. അവിടുത്തെ കുറച്ച് പിന്നെ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ വിദേശ സിനിമകൾ നമ്മൾ മൗണ്ട് ചെയ്യുമ്പോൾ മറ്റേ ആക്ടേഴ്സിനെ ഇതിന്റെ ട്രെയിലറിന്റെ കമന്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കമന്റിൽ മൊത്തം ഇദ്ദേഹത്തെ ആശാൻ എന്നാണ് വിളിക്കുന്നത്. ISL വന്ന കോച്ചായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ ആശാൻ ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കമന്റിൽ മൊത്തം ആശാൻ, വേറെ ഒന്നും പറയുന്നില്ല, എല്ലാവരും ഈ ആശാൻ ഫാൻസാണ് മൊത്തം. അപ്പോൾ അതെന്താ സംഭവം അറിയാൻ വേണ്ടിയാണ് ഞാൻ തപ്പി നോക്കിയപ്പോഴാണ് പുള്ളി എന്താ പറയുക സിനിമയുടെ ഫുട്ബോൾ കോച്ചാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ അറിയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവരൊരു പോസ്റ്റർ ഇറക്കിയിരുന്നു പുള്ളിയുടെ. ഇത് ഇപ്പം ഇന്ന് രണ്ടാമത്തെ ടീസർ ഈ പറയുന്ന പോലെ നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ഇപ്പം ലോകം നമുക്ക് അറിയാം നല്ല വിഷ്വൽസ് ആയിരിക്കും, പക്ഷെ എന്നാലും അത് എക്സീഡ് ചെയ്തു. ഭയങ്കര ഒരു വിഷ്വൽ ക്വാളിറ്റി ആയിരുന്നു. ഇതും അതുപോലെ തന്നെ ഒരു വിഷ്വലി ചില സാധനങ്ങളൊക്കെ നമ്മൾ മലയാള സിനിമയാണോടി എന്നൊക്കെ തോന്നുന്നത്. അതെ മലയാള സിനിമയാണ്, വിദേശത്താണ് ഷൂട്ടിങ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ജോമോനാണ്. ജോമോൻ വരുമ്പോഴേ നമുക്കറിയാമല്ലോ ഇത് സിനിമാറ്റോഗ്രാഫേഴ്സ് മത്സരിക്കുന്ന കാരണം ഇവരുടെയൊക്കെ മലയാളത്തിലെ വർക്ക് കണ്ടിട്ട് ഇവരെയൊക്കെ തെലുങ്കിലും അവിടെയൊക്കെ വിളിച്ചിട്ട് പിന്നെ ഇവർ തിരിച്ച് മലയാളത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ വിനീത് ശ്രീനിവാസൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഫേസ് നമുക്ക് കാണാം. അതിന് തിരയിൽ പോലും ഇത്രയും വയലൻ്റ് ഒന്നും പരിപാടി ഇല്ലായിരുന്നല്ലോ. തിര കുറച്ചുകൂടെ ഇത് കംപ്ലീറ്റ്ലി ആക്ഷൻ സോണ്. അപ്പോൾ അതെനിക്കൊന്ന് ഇതിന്റെ ഇന്റർവ്യൂസിൽ എങ്ങനെയായിരിക്കും ഇന്റർവ്യൂ ധ്യാൻ ശ്രീനിവാസൻ ഇല്ലല്ലോ ഇത്തവണ. അപ്പോൾ ഇതിന്റെ ഇന്റർവ്യൂവിൽ എങ്ങനെയായിരിക്കും ഇവരുടെ ഇന്റർവ്യൂസ് ഒന്ന് കാണാൻ ഭയങ്കര വെയിറ്റിംഗ്. പടം ഇറങ്ങി കഴിഞ്ഞിട്ടായിരിക്കും വിനീത് ശ്രീനിവാസൻ ഇറങ്ങാൻ പോകുന്നത്. അത് പടത്തിൽ ഇന്റർവ്യൂവിൽ വരുമ്പോൾ ആദ്യത്തെ ചോദ്യം ഇതായിരിക്കും, അപ്പോൾ ചെന്നൈ സ്റ്റാർ എന്നുള്ള വിളിയിൽ നിന്നൊരു മോചിതം നേടാൻ വേണ്ടിയാണോ ഇങ്ങനെ ഒരു ഹോളിവുഡ് റിപ്പോർട്ട് അനുഭവ ചോപ്ര അവിടെ ചെല്ലുമ്പോഴത്തേ എന്തൊക്കെയുണ്ട് വിനീത് ശ്രീനിവാസൻ വർഷങ്ങൾക്ക് ശേഷം ഇത് വേറെ പടമാണ് മാഡം, ഇത് വെറൈറ്റി ആണ്. നമുക്ക് ചർച്ച ചെയ്യണ്ട, നമുക്ക് ഇനി ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യും.